കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ്, അവരുടെ തോട്ട്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കുറച്ച് പേരുടെങ്കിലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ കുറച്ച് ലേസി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്ത് കാര്യവും ഭയങ്കര കൂളായിട്ട് കാണുന്ന ഒരു നേച്ചറായിരിക്കാം. അത് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ പറയുമായിരിക്കാം. പല കാര്യങ്ങളും റിലേഷൻഷിപ്പിൽ ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് ഒരു കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഭയങ്കര വലുതായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ഈ ഒരു പേഴ്സണോട് പറയുന്ന സമയത്ത് അവർ ഭയങ്കര കൂളായിട്ട് അത്രയല്ലേ ഉള്ളൂ, അതിനെന്താ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഇത്രയും വലിയൊരു കാര്യമല്ലേ, അത് റിലേഷൻഷിപ്പിനെ നല്ലപോലെ ബാധിക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കതൊരു വലിയ കാര്യമായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു പേഴ്സൺ ആയിക്കോട്ടെ അതിനെ ഭയങ്കര കൂളായിട്ടാണ് പറയുന്നത്. അങ്ങനെ പലപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇമ്മച്യൂർഡ് ബിഹേവിയറായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ചിലവരുടെ എങ്കിലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അങ്ങനെ പലപ്പോഴും പറയുന്നത് മേ ബി നിങ്ങളെ ടെൻഷൻ ആക്കേണ്ട ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു തടസ്സം നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനായിട്ടൊരു വലിയ തടസ്സം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവർ ചിലപ്പോൾ നിങ്ങൾ അത്രയും ടെൻഷൻ ആവേണ്ട, അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കും. ഒരു ഈസി ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം. സോ അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം ഭയങ്കര ലേസിയാണ്, എല്ലാത്തിനും ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. ഓക്കെ, ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് ഒരുപാട് അവയർനെസ് ഉണ്ടാവുന്നുണ്ട്, ഒരു ഒരു ധൈര്യം ഉണ്ടാവുന്നുണ്ട്, ഒരു കറേജ് ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഭയന്നിട്ട് അവർ തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും ഒരു പേഴ്സൺ കുറച്ചൊരു ധൈര്യക്കുറവുള്ള അല്ലെങ്കിൽ എല്ലാത്തിനെയും എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നുള്ള ഒരു ഭയത്തോടു കൂടി എല്ലാത്തിനെയും കാണുന്നൊരു അത്തരം ഒരു നേച്ചറായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ കൂടുതലും ഈ ഒരു പേഴ്സണ് പല കാര്യത്തിനും ധൈര്യം കൊടുത്തിട്ടുള്ളത് നിങ്ങളായിരുന്നിരിക്കാം. പല കാര്യത്തിലും അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു തേർഡ് പാർട്ടി ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തോടെ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾ തന്നെ പറയണം അവരോട് ഇങ്ങനെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നൊരു സന്ദർഭത്തിൽ അവരായിട്ട് തന്നെ വീണ്ടും അങ്ങനെ പറഞ്ഞാൽ അതിന് ഇങ്ങനെ പറയില്ലേ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ആവില്ലേ, അങ്ങനെ എല്ലാ കാര്യത്തിനെയും ഒരു നെഗറ്റീവായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പേടിയോടുകൂടി, നെഗറ്റീവായിട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു ഭയത്തോടു കൂടി സമീപിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളെയും ഭയന്നിട്ട് അവർ തന്നെ ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന് കുറച്ച് പേർക്കെങ്കിലും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നടക്കാത്തതിന് റീസൺ പോലും അവരുടെ ഒരു ധൈര്യക്കുറവ് അല്ലെങ്കിൽ പല കാര്യങ്ങളോടും ധൈര്യപൂർവ്വം ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടാണ് അവരിപ്പോൾ ഒരു സെപ്പറേഷൻ അനുഭവിക്കുന്നത്. പക്ഷേ ഈ ഒരു സെപ്പറേഷനിൽ അവർക്ക് ഒരുപാട് വിഷമം തന്നെയാണ്. അവരായിട്ട് തന്നെ ഡിസ്റ്റൻസ് എടുത്തിട്ടുള്ളതാണെങ്കിലും നിങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ ഒരു സമയത്ത് പോലും ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഈ ഒരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവർക്ക് പോയാൽ പറ്റില്ല എന്ന് അവർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ ഇനി ഫേസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. അങ്ങനെ മനസ്സിലുറപ്പിച്ചിട്ടുള്ള ഒരു ധൈര്യവും ഒരു തിരിച്ചറിവും പല കാര്യത്തിലും ഒരു അവയർനെസ്സും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ആകുന്നത്. നമ്മൾ അവരുടെ കറണ്ട് സിറ്റുവേഷനും കൂടിയാണ് നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ പഴയതിനേക്കാളും കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് അവർ മാറിയിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ അവർ ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള. കാരണം ഒരു ഭയവും പല കാര്യത്തിനും ഇങ്ങനെ പേടിയോടുകൂടി സമീപിക്കുന്നത് കൊണ്ട് റിലേഷൻഷിപ്പിൽ വലിയ ബാരിയറും അല്ലെങ്കിൽ വലിയ തടസ്സങ്ങളൊന്നും ഭയങ്കരമായിട്ടുള്ള തടസ്സം എന്ന് പറയാനായിട്ട് അധികം ഉണ്ടാവില്ല. അതിനെ ധൈര്യത്തോടു കൂടി ഫേസ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റാവുന്ന തടസ്സങ്ങളൊക്കെ റിലേഷൻഷിപ്പിലുള്ളൂ. പക്ഷെ അതിനെ പോലും അവർക്ക് സാധിക്കുന്നില്ല, അവർക്ക് അതിന് പോലുള്ള ഒരു ധൈര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വരുന്ന കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു കാര്യത്തിൽ നിന്ന് അവർ കുറേയധികം ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി വരുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് ഒരു ചേഞ്ച് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന 2 കാർഡ്സാണ്. പ്രൊജക്ഷൻസ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബോർഡൻ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു കറേജില്ലായ്മ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ധൈര്യക്കുറവും അവരുടെ ഒരു ലേസിനെസ്സും ഒക്കെ കാരണമായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് പേരുടെയും റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇങ്ങനൊരു സ്റ്റക്ക് സിറ്റുവേഷൻ വരാനുള്ള റീസൺ. കാരണം അവർ ഈ ഒരു കാര്യം കൊണ്ടിട്ട് നിങ്ങൾക്ക് കുറേയധികം വാക്ക് തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഒരു ബേർഡൻ കൂടുതലും റിലേഷൻഷിപ്പിലേക്ക് വരുത്തി വെച്ചത് പോലും ഈ ഒരു പേഴ്സൻ്റെ ഈ ഒരു ധൈര്യക്കുറവും, അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും അതിനെ ഫേസ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള ഒരു ധൈര്യം പോലും ഈ ഒരു പേഴ്സൺ ആ ഒരു ടൈമിൽ കാണിച്ചിട്ടില്ല.
ഒന്നെങ്കിൽ ഒരു ലേസി ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ധൈര്യക്കുറവില്ല, അങ്ങനെ ഒരു എല്ലാത്തിനും ഒരു പേടിയാണ് എന്നുള്ള രീതിയിൽ സമീപിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പറഞ്ഞു നിൽക്കേണ്ട പല ആ ഒരു സമയത്തും അവർ ഭയങ്കരമായിട്ടൊരു ലേസി ആയിട്ടൊക്കെ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ബേർഡൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് മേ ബി നിങ്ങൾ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്ന് അങ്ങനെ പിണങ്ങിയിരിക്കുന്നുണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ ഭയന്ന് മാറി നിൽക്കുന്നതും ആവാം. അപ്പോൾ അത് ഈ രണ്ട് റീസൺ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഇപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ വളരെയധികം ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ കുറേയധികം ധൈര്യം സംഭരിച്ച് ഇപ്പോൾ കുറേയധികം ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അവർ കാരണമാണ്, അല്ലെങ്കിൽ അവർക്ക് തന്നെയാണ് ഇപ്പോൾ കൂടുതലും ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ടുള്ളത്. അവരായിട്ട് തന്നെ ഇപ്പോൾ പേടിച്ച് ഭയന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും എന്തിനാ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ആവാനുള്ള റീസൺ പോലും അവരായിരിക്കാം. എന്നാലും അവർ തന്നെയാണിപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും. അതുകൊണ്ടായിരിക്കാം അവരുടെ ധൈര്യം സംഭരിച്ച് എന്ത് കാര്യമാണെങ്കിലും അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് വരാം എന്നൊക്കെ ഇപ്പോൾ ഡിസിഷൻ എടുക്കുന്ന അത്തരമൊരു രീതിയിലേക്ക് അവർ മാറിയിട്ടുള്ളത് അതുകൊണ്ടാവണം. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഒരുപാട് ഒറ്റപ്പെടൽ അവർ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു എനർജി ഫീൽ ആവുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ക്ലാരിഫൈ ചെയ്തപ്പോൾ ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഇൻഡിസിഷൻ ഉള്ളൊരു കാർഡാണ്. ഓക്കെ, ഇവിടെ ഇവരൊരു ഡിസിഷൻ എടുക്കാൻ പാകത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. ഒന്ന് രണ്ട് ഓപ്ഷൻസ് അവരുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ടുള്ള ഒന്ന് രണ്ട് ഓപ്ഷൻസ് ചിലപ്പോൾ കാണും. അപ്പോൾ അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു എനർജിയുടെ ഫീൽ ആവുന്നുണ്ട്. കാരണം ഈ ഒരു ഒറ്റപ്പെടലൊക്കെ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമാണ്. അവർക്ക് ആരും ഇല്ല എന്നൊരു തോന്നലാണ്. ഒരു ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ടിരുന്നതും ഒരു അഡ്വൈസർ ആയിരുന്നിരിക്കാം നിങ്ങൾ. ആ ഒരു പേഴ്സണ് നിങ്ങളായിരിക്കും അവരുടെ ഒരു അഡ്വൈസറെ പോലെ, അല്ലെങ്കിൽ ഭയങ്കര കെയർ ചെയ്ത് അഡ്വൈസ് ചെയ്ത് ഒരു കറേജൊക്കെ കൊടുത്ത് അവരെ ഇങ്ങനെ ഒരു കുഞ്ഞു കുട്ടീനെ പോലെ ട്രീറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന പേഴ്സൺ ആയിരിക്കാം, അത് വ്യക്തികളായിരിക്കാം നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു അഭാവത്തിൽ അവർക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ്. എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ കൂടി ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നിനും ഒരു ഉഷാറില്ല, എപ്പോഴും ഒരു ഒറ്റപ്പെടലാണ്, അവരൊരു ലോസറായിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ ഭയങ്കരമായിട്ട് അവരുടെ ക്യാരക്ടറിൽ തന്നെ ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് ധൈര്യമൊക്കെ സംഭരിച്ച് ഒരു ഡിസിഷനൊക്കെ എടുത്ത് നിൽക്കുന്ന ഒരു എനർജി ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർ ഇന്ന് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രമൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും റിലേഷൻഷിപ്പിനൊരു ന്യൂ ബിഗിനിങ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ ലാസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബ്രോക്കൺ ഹാർട്ട് കാർഡായിരുന്നു. ഈ ഒരു കാർഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഹൃദയഭേദകമായിട്ടുള്ളൊരു വേദനയാണ് അവർ അനുഭവിക്കുന്നത് ഈ ഒരു സെപ്പറേഷനിൽ. കാരണം അവരായിട്ട് തന്നെയാണ് സെപ്പറേഷൻ കൂടുതൽ പേർക്കും നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവർ കാരണം അതായത് നിങ്ങൾ യാതൊരു തെറ്റും ചെയ്യാത്ത നിങ്ങൾ ഭയങ്കര ഇത്രയും കെയറിങ്ങും ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു കുട്ടീനെ നോക്കണ പോലെയൊക്കെ തന്നെ നിങ്ങൾ ഒരുപാട് അഡ്വൈസൊക്കെ ചെയ്ത് അവരെ ഒരുപാട് പല കാര്യത്തിലും അവർക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. എന്നിട്ടും അവർ അറിഞ്ഞോ അറിയാതും നിങ്ങളെ ഇപ്പോൾ വിഷമിപ്പിച്ചിട്ടുണ്ട്. അവരായിട്ട് തന്നെ മാറി നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വിഷമമാണെന്ന് അവർക്ക് അറിയാം. അപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് ഇനിയിപ്പോൾ തിരികെ വരണം, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ഇത്രയും സപ്പോർട്ടൊക്കെ തന്ന് ഇത്രയും സ്നേഹിച്ചൊരു വ്യക്തിയെ വിഷമിപ്പിക്കേണ്ടി വന്നത് ഓർത്തിട്ട് കൂടിയും അവർക്ക് ഭയങ്കര വിഷമമായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്.